Hello dears, welcome back to Newtons. അങ്ങനെ എന്റെ എല്ലാ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൺസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയ വെൽക്കം. ഓക്കെ, എടാ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറെ അധികം ചാപ്റ്റേഴ്സും അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഏതാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ പറഞ്ഞു അല്ലെ. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ത്രൂ ദ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. ക്യുക്കായിട്ട് ഓടിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയ സെറ്റ് ആണോ, ഉഷാറാണെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. ഓക്കെ, എടാ അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം അവരോടും ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള എല്ലാവരും എന്ത് ചെയ്യുക, കുറച്ച് ഫയർ ഒക്കെ ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ച് ഓൺ ആക്കിക്കേ, ഉഷാറാക്കിക്കേ. യെസ്, പൊളി പൊളി പൊളി. ഓക്കെ, എല്ലാവരും ഓൺ ഫയർ ആണ്, അടിപൊളിയായിട്ട് നിൽക്കാണ്. ഓക്കെ, എടാ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏതാണ്, ചാപ്റ്റർ 8 ആണ്. ടുവേർഡ്സ് ദ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണോ? ഒന്നുകൂടി മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് അല്ലെ. അപ്പൊ നമ്മളൊരു ചരിത്രം പഠിച്ചു തുടങ്ങാൻ പോവാണ്. ഇവിടെ കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ്. അപ്പോ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിന്റെ പല പല ഭാഗങ്ങളിലുള്ള ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഹിസ്റ്റോറിക്കൽ റിമൈൻസ് അല്ലെ. നമുക്കറിയാം എവിടെയെങ്കിലും ഒക്കെ നമ്മളിപ്പോ ട്രിപ്പ് ഒക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കോട്ടയാണെങ്കിലും കൊട്ടാരങ്ങളാണെങ്കിലും ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയൊരു രൂപമോ പ്രതിമയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ. ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഒരു വലിയ ചരിത്രം ഉണ്ടാവും. പണ്ട് ഡച്ചുകാർ പണിത കോട്ടയാണ്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ വന്നതിന്റെ സൂചകമായി അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ്. ഇതേപോലെ നമ്മൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പോ അതേപോലെ കുറച്ച് ഹിസ്റ്റോറിക്കൽ റിമൈൻസിനെ കുറിച്ചും ത്രൂ ദ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ് വിസിറ്റിംഗ് ഏൻഷ്യന്റ് സിറ്റീസ് വി ലേൺ അബൌട്ട്. കണ്ടോ, ഇവിടെ നമ്മള് കുടക്കല്ലു അഥവാ അംബ്രല്ല സ്റ്റോൺ കേട്ടോ, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. കുടക്കല്ല്, തൊപ്പിക്കല്ല്, അതേപോലെ തന്നെ മുനിയറ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ കുറിച്ചും, അതേപോലെ തന്നെ സ്റ്റോൺ മൊമെന്റ്സ് ബിൽഡ് ബൈ ദ പീപ്പിൾ ഹു ലീവ്ഡ് ഇൻ സെഞ്ചുറീസ് എഗോ അല്ലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ട്, കോടാനുകോടി വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ പണിതിരുന്നതാണ് ഈ പറയുന്ന കുടക്കല്ലും തൊപ്പിക്കല്ലും മുനിയറയൊക്കെ അല്ലെ. ഇറ്റ് ഓൾസോ ഹെൽപ്പ് us to understand the importance of preserving these movements. അപ്പൊ ഈ പറയുന്ന ഓരോ രൂപങ്ങളും ശിലയും കാര്യങ്ങളൊക്കെ ഇന്നും നമ്മൾ പ്രിസർവ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് അത് മനസ്സിലാക്കാനും ആ ചരിത്രത്തെ കുറിച്ച് പഠിക്കാനും ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഷോർട്ട് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ തുടങ്ങാണ്. മെഗാലിത്തിക് ഏജ് അഥവാ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. ഒന്നുകൂടി ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, അതേപോലെ തന്നെ മുനിയറകളാണ് പ്രധാനപ്പെട്ട മഹാശിലാ സ്മാരകങ്ങൾ അഥവാ മെഗാലിത്തിക് ഏജ് മോൺമെന്റ്സ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. ദീസ് മോൺമെന്റ്സ് വെർ ബിൽഡ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാനൈറ്റ്. നോക്കിക്കോ, ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ്. പറയാ എന്തൊക്കെയാണ്? കരിങ്കല്ലും ചെങ്കല്ലും ഉപയോഗിച്ചാണ് കേട്ടോ. കരിങ്കല്ലും ചെങ്കല്ലും അഥവാ ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഓരോ മോൺമെന്റ്സും അതേപോലെ അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. വൺസ് അഗൈൻ റിപ്പീറ്റ്, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. കിട്ടിയവരെല്ലാവരും കണ്ണടച്ച് മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, തൊപ്പിക്കല്ല്, മുനിയറ. ഓക്കെ, കിട്ടിയില്ല അപ്പൊ എല്ലാവർക്കും? യെസ്, നോക്കിക്കേ, അതിന്റെ പിക്ചർ കൂടി നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്ക, തൊപ്പിക്കല്ല് കണ്ടോ, കുടക്കല്ല് കണ്ടോ, ദെൻ മുനിയറകൾ കണ്ടോ, കല്ലറകൾ കണ്ടോ, നിങ്ങള് കണ്ടോ കല്ലറ, അതേപോലെ തന്നെ നാട്ടുകല്ല് കണ്ടോ. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ഓരോ മഹാശിലാ സ്മാരകങ്ങളാണ് കേട്ടോ. തൊപ്പിക്കല്ലും മുനിയറയും അതേപോലെ തന്നെ കുടക്കല്ലും കല്ലറയും നാട്ടുകല്ലും ഇതെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട മഹാശിലാ സ്മാരകങ്ങളാണ്. കിട്ടിയോ? യെസ്, നോക്കടാ. സിൻസ് ദീസ് സ്ട്രക്ചേഴ്സ് വെർ ബിൽഡ് യൂസിങ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബ്സ് അല്ലെ. നമുക്കറിയാം ഈ പറയുന്ന നമ്മളിപ്പോ കണ്ട ഓരോ പിക്ചറിൽ കണ്ട ഓരോന്നും ഓരോ മോൺമെന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത് യൂസിങ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബ്സ് ആണ് അല്ലെ. വലിയ ശിലകളോ ഹ്യൂജ്
ശിലകളോ അഥവാ ശിലാപാളികളോ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. Hence these are called megalithic monuments. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെഗാലിത്തിക് മോൺമെന്റ്സ്, അതായത് ലാർജ് സ്റ്റോൺ എന്നുള്ള അർത്ഥത്തിൽ മെഗാലിത്തിക് മോൺമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. നോക്കാം, ദ ടൈം പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദീസ് മോൺമെന്റ്സ് വെർ ബിൽഡ്. കണ്ടോ, ഇതേപോലുള്ള മോൺമെന്റ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? മഹാശിലായുഗം അഥവാ മെഗാലിത്തിക് ഏജ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇതൊന്നും എല്ലാവരും വായിക്കാം. ദ ടൈം പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദീസ് മോൺമെന്റ്സ് വെർ ബിൽഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്. ഈ ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന മഹാശിലായുഗ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. കിട്ടിയോ? അപ്പൊ ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഏതൊക്കെയാണ് മെഗാലിത്തിക് മോൺമെന്റ്സ് അഥവാ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് പറഞ്ഞത്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, കല്ലറ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന മോൺമെന്റ്സ് എല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പീരീഡിനെ നമ്മൾ മെഗാലിത്തിക് ഏജ് എന്നും ഇതെല്ലാം മെഗാലിത്തിക് മോൺമെന്റ്സ് അഥവാ മഹാശിലാ സ്മാരകങ്ങളാണെന്നും കൂടി നോട്ട് ചെയ്തേക്കാം. പക്കയാണോ? യെസ്. നോക്കിക്കടാ, where do we get the information about the megalithic age? മഹാശിലായുഗത്തിന്റെ തെളിവുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ച സ്ഥലങ്ങൾ എവിടേക്കാണ്? ഒന്ന് നോക്കാം. എവിഡൻസ് ഓഫ് ദ മെഗാലിത്തിക് ഏജ് ആർ ഫൗണ്ട് ഇൻ മെനി പാർട്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യ. അല്ലെ, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും ഈ മെഗാലിത്തിക് ഏജ് മോൺമെന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. നോക്കാം, അതിൽ കുറച്ച് പ്രധാനപ്പെട്ടവയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കേരളത്തിൽ മറയൂര്, അതേപോലെ തന്നെ ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ മെഗാലിത്തിക് മോൺമെന്റ്സ് അഥവാ മഹാശിലാ സ്മാരകങ്ങളുടെ തെളിവുണ്ട്. തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, നോക്കാം, ആദിച്ചനല്ലൂറും അതേപോലെ കർണാടകയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മഗിരി കേട്ടോ. കർണാടകയിലെ ബ്രഹ്മഗിരിയിലും ആന്ധ്രാപ്രദേശിലെ നാഗാർജുനക്കൊണ്ടിലും എന്തുണ്ട്? ഈ പറയുന്ന മെഗാലിത്തിക് സൈറ്റ്സിന്റെ തെളിവുകളുണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനിയിപ്പോ ആരെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റ്സിലൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോ ടൂറൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. നമ്മൾ സോഷ്യലിൽ പഠിച്ച കാര്യങ്ങള് നമുക്ക് ലൈവായിട്ട് കണ്ടിട്ട് വരാം. Okay, yes, നോക്കിക്കേടാ. Why did megalithic age is also known as Iron Age? മഹാശിലാ സ്മാരക കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? എന്തായിരിക്കും ഇരുമ്പ് യുഗം അഥവാ അയേൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം? അയേൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? മെഗാലിത്തിക് മോൺമെന്റ്സ് വെർ ബിൽഡ് ഫോർ ബ്യൂറിയൽ പർപ്പസസ്. അല്ലെ, മഹാശിലാ സ്മാരകങ്ങൾ ശവസംസ്കാര ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ മൃതശരീര അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാൻ ഇവ നിർമ്മിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇതാ നോക്കാം, മെനി അയൺ ടൂൾസ് വർ ഡിസ്കവേർഡ് ഫ്രം ദീസ് ബ്യൂറിയൽ സൈറ്റ്സ്. ഈ പറഞ്ഞ ബ്യൂറിയൽ സൈറ്റ്സിൽ നിന്ന് ഒരുപാട് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിരിക്കുന്നു. Hence this period is known as Iron Age. അതുകൊണ്ട് ഈ പീരീഡിനെ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നു. Along with the dead, ornaments, weapons, tools, vessels and coins were also buried എന്നും കൂടി നോട്ട് ചെയ്തേക്കുക. ഈ പറഞ്ഞ പോലെ അവ ഉപയോഗിച്ചിരുന്ന ശവങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ അടക്കം ചെയ്തിട്ടുള്ള ശവങ്ങളോടൊപ്പം അല്ലെങ്കിൽ ബ്യൂറിയസിന്റെ ഒപ്പം എന്ത് കണ്ടിരുന്നു? അവ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളും പാത്രങ്ങളും നാണയങ്ങളും തുടങ്ങിയവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. അപ്പൊ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയാം. മെഗാലിത്തിക് മോൺമെന്റ്സ് വെർ ബിൽഡ് ഫോർ ദ ബ്യൂറിയൽ പർപ്പസസ്. അല്ലെ, മഹാശിലാ സ്മാരകങ്ങൾ, ഈ പറയുന്ന മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബ്യൂറിയൽസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡെഡ് ബോഡീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർണമെന്റ്സും വെപ്പൺസും ടൂൾസും വെസൽസും ഇതെല്ലാം, അതേപോലെ തന്നെ അയൺ ടൂൾസ് വർ ഡിസ്കവേർഡ് ഫ്രം ദ ബ്യൂറിയൽ സൈറ്റ്സ്. അല്ലെ, അയൺ ടൂൾസ് ഇരുമ്പായുധങ്ങൾ ഈ ബ്യൂറിയൽ സൈറ്റ്സിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണേ? യെസ്. അടുത്ത് നോക്കിക്കോട്ടെ, മെഗാലിത്തിക് കൾച്ചർ അഥവാ മഹാശിലാ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ നിങ്ങള്, അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡിസ്കവേർഡ്. നമ്മൾ ഈ മെഗാലിത്തിക് പീരീഡിലെ കുറച്ചധികം കണ്ടെത്തിയിട്ടുള്ള അയൺ ടൂൾസും വെപ്പൺസും ആണ് നിങ്ങൾ ഈ കാണുന്നത്. കാണുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് അയൺ ടൂൾസും വെപ്പൺസും ആണ് കേട്ടോ ഇത്. യൂസ് അയൺ ടൂൾസ് ലൈക്ക്, എന്തെല്ലാമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അയൺ ടൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈഫ്, കത്തി, സ്വാഡ്, വാള്, അതേപോലെ സിക്കിൾ, അരിവാള്, സ്പിയർ ഹെഡ്, കൂന്തമുന, അതേപോലെ തന്നെ
ഇത് വിളക്ക് തുടങ്ങിയ ഒരുപാട് ഇരുമ്പ് ഉപകരണങ്ങൾ എന്ത് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്നു. അതാണ് തൊട്ട് മുന്നേ നമ്മൾ കണ്ട ചിത്രങ്ങൾ അല്ലെ. ദെൻ അയൺ യൂസ്ഡ് ഇംപ്രൂവ്ഡ് ദ അഗ്രികൾച്ചർ അല്ലെ. അയൺ വന്നതോടുകൂടി അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതി അല്ലെ, അഗ്രികൾച്ചർ ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. പീപ്പിൾ ഷിഫ്റ്റഡ് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫാമിംഗ് അല്ലെ, ഭക്ഷണ ശേഖരണത്തിൽ നിന്ന് ഭക്ഷണോത്പാദനത്തിലേക്ക് അല്ലെ, ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫാമിംഗിലേക്ക് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വളർന്നു എന്നുള്ളതാണ്. ഇത്രയാണ് അവിടെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെ. അപ്പൊ ഈ അയൺ ടൂൾസ്, അയൺ വന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കാണുന്ന ഒരുപാട് സാധനങ്ങൾ, നൈഫ്, സ്വാഡ്, സിക്കിള്, കത്തി, വാള്, അരിവാള് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കൃഷിയെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു അല്ലെ. അതേപോലെ തന്നെ ജനങ്ങള് ഫുഡ് ശേഖരിക്കുന്നതിൽ നിന്ന്, ഫുഡ് ഗാദറിംഗിൽ നിന്ന് ഫാമിംഗിലേക്ക് വളർന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ദെൻ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ രൂപീകരണം കേട്ടോ. ഇത് നിങ്ങൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്സ് നോക്കിയേ, ചേരർ, പാണ്ഡ്യർ, മധുരൈ, കണ്ടോ, നിങ്ങൾ കണ്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ചില പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. വഞ്ചി ചേരർ എന്ന് കാണുന്നുണ്ട്, മധുരൈ പാണ്ഡ്യർ എന്ന് കാണുന്നുണ്ട്, ഉറയൂർ വരുന്നത് ചോളറാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ, വഞ്ചി, മധുരൈ, ഉറയൂർ, ഇതെല്ലാം കണ്ടോ. ഇത് ആരാണ് ഭരിച്ചിരുന്നുള്ളത് നമുക്ക് നോക്കണം. യെസ്, നോക്കിക്കേ. ഒബ്സർവ് ദ മാപ്പ് വിച്ച് പ്രസന്റ് ഡേ സ്റ്റേറ്റ്സ് ഡു ദ കളേർഡ് റീജിയൻ ഓഫ് ദ മാപ്പ് റെപ്രസെന്റ്. നമുക്കറിയാം ഇന്നത്തെ കർണാടക, തമിഴ്നാട്, കേരളയാണ് ഈ മാപ്പിൽ ഈ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കിക്കേ, ഈ പറയുന്ന ഓരോ പ്രദേശങ്ങളും കാണിച്ചിരിക്കുന്നത് അല്ലെ. കേരള, തമിഴ്നാടു, അതേപോലെ തന്നെ കർണാടകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഏൻഷ്യൻ തമിഴകം അഥവാ പ്രാചീന തമിഴകത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ദ കളേർഡ് സൗത്ത് ഇന്ത്യൻ റീജിയൻ ഓൺ ദ മാപ്പ് വാസ് കോൾഡ് തമിഴകം ഇൻ ഏൻഷ്യൻ ടൈംസ്. നോക്കിക്കേ, ഇപ്പൊ ആ മാപ്പില് കളർ ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇന്നത്തെ കേരള, തമിഴ്നാടു, കർണാടക. അന്ന് അറിയപ്പെട്ടിരുന്നത് ഏൻഷ്യൻ തമിഴകം എന്നാണ്. തമിഴകം ഇൻ ഏൻഷ്യൻ ടൈംസ്. പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്, പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏതൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞ കേരളയുണ്ട് അതില്, ദെൻ തമിഴ്നാടുണ്ട് അതില്, ദെൻ കർണാടക അല്ലെ. ഇത് അന്ന് അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? ഏൻഷ്യൻ തമിഴകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നോക്കാം, ദ മെയിൻ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ അബൌട്ട് തമിഴകം, തമിഴകത്തെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ദി സോങ്സ്, പാട്ടുകൾ തന്നെയാണ് അല്ലെ. പാട്ടുകൾ തന്നെയാണ്. എന്ത് പാട്ടുകളാണ്? നോക്കിക്കേ, പഴന്തമിഴ് പാട്ടുകളാണ് ഈ പറയുന്ന ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോയിൻസ്, നാണയങ്ങളും, ട്രാവലോഗ്സ്, സഞ്ചാര കുറിപ്പുകളിൽ നിന്നും, ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? യെസ്, അതാണ് തമിഴകത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ദ സംഗം ലിറ്ററേച്ചർ ഗീവ്സ് ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ തമിഴകം. തമിഴകത്തെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കും തോറും സംഘം ലിറ്ററേച്ചർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചറിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങള്. നമ്മൾ ഇന്ന് ചാപ്റ്റർ 8 ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള പാഠം ആരംഭിച്ചു. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ മോൺമെന്റ്സ് അല്ലെ, ഏതൊക്കെയായിരുന്നു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് അഥവാ മഹാശിലാ സ്മാരകങ്ങൾ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറയാണ്. അതിൽ മെഗാലിത്തിക് ഏജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മെഗാലിത്തിക് മോൺമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് മെഗാലിത്തിക് ഏജ് അഥവാ മഹാശിലാ യുഗത്തെ കുറിച്ചും ഏതൊക്കെയാണ്, അതിന്റെ എവിടെ നിന്നെല്ലാം നമുക്ക് ഇന്ന് ഇൻഫോർമേഷൻസ് കിട്ടും മെഗാലിത്തിക് ഏജിനെ കുറിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എവിടെ പോയാലും ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലെ മെഗാലിത്തിക് മോൺമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെ. ദെൻ അയൺ ഏജ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഒരുപാട് അയൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. അയൺ വന്നതിന്റെ സൂചകമായി കൃഷി ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ അയൺ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. ഇന്നിതിൽ കാണുന്ന ഇന്നത്തെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കേരള, തമിഴ്നാടു
ആൻഡ് കർണാടക. ഇതാണ് അന്നത്തെ തമിഴകം. ഈ തമിഴകത്തെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ്. കൂടാതെ അന്ന് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കോയിൻസ്, നാണയങ്ങളിൽ നിന്നും, ട്രാവലോഗ്സിൽ നിന്നും, അല്ലെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നും, ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് എന്തൊക്കെയാണ് മെഗാലിത്തിക് മോൺമെന്റ്സ്, അതിന് എക്സാമ്പിൾസ്, അല്ലെ മഹാശിലാ സ്മാരകങ്ങൾക്ക് എക്സാമ്പിൾസ് പഠിച്ചേക്കാം. അയൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്, കൃഷിയെ എങ്ങനെയത് കൃഷിയിൽ എങ്ങനെയാണ് ഒരു പുരോഗതി കൊണ്ടുവന്നതെന്നുള്ള കാര്യം, ദെൻ പഴന്തമിഴ് പാട്ടുകൾ, ദെൻ തമിഴകം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ചാപ്റ്റർ നമുക്ക് കുറച്ചധികം പറയാനുണ്ട്. സോ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, നന്നായിട്ട് പഠിക്കാം കേട്ടോ.